പുതിയ മത്സരാർത്ഥിയും പുതിയ അനുഭവങ്ങളും പുതിയ പ്രതീക്ഷകളുമായി കാനാൻ ദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. ചെറിയൊരു കഥയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ തുടങ്ങാം. ഒരു മുത്തശ്ശി എന്നും നിരന്തരമായി ബൈബിൾ വായിക്കുമായിരുന്നു. മുത്തശ്ശിയുടെ കൊച്ചുമകൻ ഒരു കൗതുകത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു, എന്തിനാണ് മുത്തശ്ശി എന്നും നിരന്തരമായി ഈ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്? ഇതിന് മറുപടിയായി മുത്തശ്ശി കൊച്ചുമകനോട് പറഞ്ഞത്, അടുക്കളയിൽ പോയി വിറക് കത്തിച്ച ചാരം പറ്റിയ ഒരു കുട്ട അതെടുത്തുകൊണ്ടുവന്ന് നദിയിൽ 1-2 തവണ മുക്കിയെടുക്കുക. ഇപ്രകാരം തന്നെ കൊച്ചുമകൻ ചെയ്തതിനു ശേഷം മുത്തശ്ശിയുടെ അടുത്ത് തിരിച്ചു വന്നു. ഈ ഒരു ചെറിയ കഥയിലൂടെ മുത്തശ്ശി നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, ഓരോ തവണ നാം ബൈബിൾ വായിക്കുമ്പോഴും നാം നമ്മുടെ മനസ്സ് വൃത്തിയാക്കുകയും ഓരോ തവണ നാം നമ്മെ തന്നെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ബൈബിൾ നിരന്തരം വായിച്ച് നമ്മെ തന്നെ വിശദീകരിക്കാൻ നമുക്കും ശ്രമിക്കാം. കാനാൻ ദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. അതിനു മുൻപായി വെൽക്കം ചെയ്യാം അവർ ക്യൂസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലവനായ ദൈവത്തിന്റെ സ്നേഹവചനങ്ങൾക്കായി കാതോർത്തുകൊണ്ട് കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മാസ്റ്റർ സ്റ്റെമിൻ ഫ്രം അങ്കമാലി. അങ്കമാലിയിൽ നിന്നും വന്നിരിക്കുന്ന സ്റ്റെമിൻ PV എന്ന ഒരു കൊച്ചുമിടുക്കനാണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. സ്റ്റെമിനെ പരിചയപ്പെടാം, സ്റ്റെമിന്റെ വിശേഷങ്ങൾ അറിയാം, മത്സരത്തിലേക്ക് കടക്കാം. കാനാൻ ദേശം സീസൺ 2 സ്വാഗതം. സ്റ്റെമിൻ, വളരെ പ്രത്യേകതകളുള്ള ഒരു പേരാണല്ലേ സ്റ്റെമിൻ? ആരാണ് ഈ പേരിട്ടത്? അതെന്റെ അമ്മയുടെ അനിയത്തിയാണ്. അമ്മയുടെ അനിയത്തിയാണ് പേരിട്ടത്. ഓക്കെ. സ്റ്റെമിൻ PV. സ്റ്റെമിൻ, ആ പേരിന് പ്രത്യേക അർത്ഥം വല്ലതും ഉണ്ടോ? അർത്ഥമില്ല, അത് ഇട്ടത് എന്റെ അപ്പച്ചന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സ്റ്റെലിൻ എന്നാണ്. സ്റ്റെലിൻ. അപ്പൊ അമ്മയുടെ പേര് മിനി. അപ്പൊ ആ സ്റ്റെലിന്റെ സ്റ്റേയും മിനിയുടെ മീൻ ആ കൂട്ടിയാണ് സ്റ്റെമിൻ ഇട്ടത്. സ്റ്റെനിന്റെ സ്റ്റേയും മിനിയുടെ മീൻ. സ്റ്റെമിൻ. സ്റ്റെമിൻ, മിനിയുടെ MIN. ഓക്കെ. പപ്പയുടെ പേരെങ്ങനെയാണ്? സ്റ്റാലിൻ. ശരിക്കും പേര് വർക്കി. സ്റ്റാലിൻ. സ്റ്റെമിൻ സ്റ്റാലിൻ. ഓ, കൊള്ളാം. സ്റ്റെമിൻ എവിടെയാണ് സ്ഥലം? കറക്റ്റ് അങ്കമാലിയാണ്. അങ്കമാലി. അങ്കമാലി ഇടവകയാണോ നിങ്ങൾ? അങ്കമാലി ഇടവകയല്ല, അകപ്പറമ്പ്. ഏതാണ്? അകപ്പറമ്പ്. അകപ്പറമ്പ്, അവിടെയാണ് വീട്. ശരി. അത് അങ്കമാലിയിൽ അടുത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റെമിന്റെ സ്കൂൾ വിശേഷങ്ങൾ കേൾക്കണം, ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒപ്പം നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ട് പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. സിൽവർ റൗണ്ടിനെ പറ്റി അറിയാമോ? അറിയാം, പക്ഷെ ലോസ് കുറച്ചേ അറിയുള്ളൂ. 4 ചോദ്യങ്ങളുണ്ടാവും മോനെ. 4 ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടാവും. മുമ്പിലെ സ്ക്രീനിൽ 4 ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ആൻസർ ചെയ്യാം. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ് ആയിരിക്കും. 2 ചോദ്യത്തിന് അടുത്ത് ആൻസർ തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും.
മറിച്ച് 4 ചോദ്യങ്ങൾക്കും സ്റ്റെമിൻ റൈറ്റ് ആൻസർ ആണ് പറയുന്നതെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ്സ് കിട്ടും. ക്ലിയർ ആണോ? 2 ചോദ്യങ്ങൾ അടുത്ത് തെറ്റാവാതെ നോക്കുക. 4 ചോദ്യങ്ങളും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് 50 പോയിന്റ്സ്. പോകാം ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള ആദ്യത്തെ ചോദ്യം. കർത്താവിന് വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. സ്നാപക യോഹന്നാന്റെ ഈ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്ന പ്രവാചകൻ ആര്? കർത്താവിന് വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. സ്നാപക യോഹന്നാന്റെ ഈ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്ന പ്രവാചകൻ ആര്? ഓപ്ഷൻ എ യെശയ്യ, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി ഹോസിയ, ഓപ്ഷൻ ഡി മലാക്കി. ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാം. ഈ 4 ഓപ്ഷനിൽ ഏത് പ്രവാചകൻ? ഏത് ഓപ്ഷനാണെന്ന് പറയാം. ഓപ്ഷൻ എ. ലോക്ക്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ യെശയ്യ. ആദ്യം ചോദ്യം വായിക്കുമ്പോഴേ കോൺഫിഡന്റ് ആയിരുന്നു തോന്നുന്നല്ലേ? ആൻസർ അറിയാമായിരുന്നോ? ഉറപ്പാണോ? ഇപ്പോഴും കൺഫ്യൂഷനിലാണോ? അതെ. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ യെശയ്യ റൈറ്റ് ആൻസർ. നല്ല തുടക്കം. ലെസൺ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പം നല്ല തുടക്കം കിട്ടിയിട്ടുണ്ട്. ഇതിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം സ്റ്റെമിന്റെ സ്കൂൾ വിശേഷങ്ങൾ കേൾക്കാം. ഞാൻ 10th പഠിക്കുന്നത്. സെന്റ് ജോസഫ് ഹൈസ്കൂൾ അങ്കമാലി. 10th ഒത്തിരിയധികം ഉത്തരവാദിത്തോടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം. സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷം. എങ്ങനെയാണ് അത്? പ്രിപ്പയർഡ് ആണോ ഇപ്പോ? പ്രിപ്പയർ ചെയ്യാം. ഒരു ടൈം കറക്റ്റ് ലിമിറ്റ് വെച്ച് പഠിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ട്. ടീച്ചേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് ഉണ്ട്. നിങ്ങളുടെ ബാച്ചിൽ എത്ര കുട്ടികളുണ്ട് എഴുതാനായിട്ട് SSC? ഇപ്പോ ഞങ്ങളുടെ ഡിവിഷനിൽ 15 പേരുണ്ട്. ടീച്ചേഴ്സിന്റെ എല്ലാം വളരെയധികം ശ്രദ്ധ കിട്ടുന്നുണ്ടോ? സ്പെഷ്യൽ ക്ലാസുകൾ കിട്ടുന്നുണ്ട്. ഉണ്ട്. പഠിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ച് അതിന്റെ ഇടയ്ക്ക് കാനാൻ ദേശത്തിന് സമയം കണ്ടെത്തി ഇതിനുവേണ്ടി പഠിക്കാൻ പ്രത്യേക സമയം എടുക്കുന്നുണ്ടോ? അതോ ബൈബിള് നേരത്തെ മുതൽ വായിച്ചാണോ വരിക? അതിനുവേണ്ടി ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും പഠിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ പഠിക്കാറുണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? കാനാൻ ദേശം സീസൺ 2 വന്ന് കാനാൻ ദേശം കാണാൻ പോകണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണോ വന്നിരിക്കുന്നത്? ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള രണ്ടാമത്തെ ചോദ്യം. മോശ എഴുതിയ നിയമത്തിന്റെ പകർപ്പ് ജോഷുവ കല്ലിൽ കൊത്തിവെച്ചത് ഏത് മലയിലാണ്? ശ്രദ്ധിച്ചു കേൾക്കാൻ മോനെ. മോശ എഴുതിയ നിയമത്തിന്റെ പകർപ്പ് ജോഷുവ കല്ലിൽ കൊത്തിവെച്ചത് ഏത് മലയിലാണ്? ഓപ്ഷൻ എ സീനായി മലയിൽ, ഓപ്ഷൻ ബി ഗെരിസിം മലയിൽ, ഓപ്ഷൻ സി ഏബാൽ മലയിൽ, ഓപ്ഷൻ ഡി ഹൊറേബ് മലയിൽ. ഏത് മലയിലാണ്? ശ്രദ്ധിച്ചു നോക്കണം ക്വസ്റ്റ്യൻ. എന്നിട്ട് ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കാം. മോശ എഴുതിയ നിയമത്തിന്റെ പകർപ്പ് ജോഷുവ കല്ലിൽ കൊത്തിവെച്ചത് ഏത് മലയിലാണ്? ഞാൻ ഏതാണ് ലോക്ക് ചെയ്തത്? ഓപ്ഷൻ ഡി ഹൊറേബ് മലയിൽ. ലോക്ക് ചെയ്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി ഹൊറേബ് മലയിൽ. ആദ്യം മോൻ പറഞ്ഞത് സീനായ് മലയിലാണ്, പിന്നെ ഹൊറേബ് മലയിലേക്ക് വന്നു. ഇത് രണ്ടിലും ഒന്നാണെന്ന് ഉറപ്പാണോ? കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് രണ്ടും ഒരേ മല തന്നെയാണ്. അപ്പോൾ നമുക്ക്
നോക്കാം റൈറ്റ് ആൻസർ ഏതാണ്. റെഡി? കമ്പ്യൂട്ടർ പ്ലീസ്. സൊറൈബ് മലയിൽ റോങ് ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സീനായ് മലയിലും റോങ് ആയിരിക്കും. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി ഏബാൽ മലയിൽ ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മള് 10 കൽപ്പനകൾ മോശ എഴുതിയ നിയമത്തിന്റെ പകർപ്പ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും സീനായ് മല എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. അത് ജോഷുവ കല്ലിൽ കൊത്തിവെച്ചത് ഏത് മലയിലാണെന്നാണ് ചോദ്യം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാൻ പറഞ്ഞത്. ജോഷുവ 8:32 ഈ ഭാഗം വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മോന്റെ ഫാമിലി, അച്ഛൻ, അമ്മ എല്ലാവരെ പറ്റിയും പറയും. ഞങ്ങളെ വീട്ടിലിപ്പോ ഞാനുണ്ട്, പിന്നെ അപ്പച്ചൻ, അമ്മ, പിന്നെ അപ്പച്ചന്റെ അമ്മ. ഞങ്ങൾ 4 പേരാണ് താമസിക്കുന്നത്. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനക്ക് പ്രത്യേകിച്ച് ആദ്യം കച്ചവടമായിരുന്നു, ഇപ്പൊ ബ്രോക്കർ പണിയുണ്ട്. ഓക്കെ. അമ്മ ഹൗസ് വൈഫ്. അപ്പം അവര് വന്നിട്ടുണ്ട് കൂടെ? നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. പറഞ്ഞോളൂ. അപ്പച്ചനാണ്. പേര് സ്റ്റാലിൻ. പറഞ്ഞു. സ്റ്റാലിൻ എന്ന് വിളിക്കും. വർക്ക് ചെയ്യണോ ഒഫീഷ്യലി? ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ് ആയിരുന്നു. ലേഡീസ് ഫാൻസി മറ്റേ എക്സിബിഷൻ പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് പെൻഡിങ്ങിലാണത്. കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായിട്ട് സ്വന്തം പറമ്പിൽ തന്നെ കൃഷി? സ്വന്തം പറമ്പല്ല, മറ്റേ വാടകയ്ക്ക് എടുത്ത് ചെയ്യും. ഓക്കെ. എന്ത് കൃഷിയാണ്? വാഴയാണ് കൂടുതലും. ഓക്കെ. വാഴ കൃഷിക്ക് നല്ല സ്കോപ്പുള്ള സമയമാണല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് മോന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ? സ്കൂളിൽ മിടുക്കനാണോ? അതെ, മിടുക്കനാണ്. സ്കൂളില് മറ്റേ ക്വിസ് കോമ്പറ്റീഷനൊക്കെ ആളാണ് സ്കൂളില് ചെയ്യണത്. അതെ, സ്കൂളിന്റെ ബേസില്. ആളിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമെങ്കിലും പഠിക്കാനൊക്കെ മിടുക്കനാണ് ആള്. ഒത്തിരി സമയം എടുത്ത് പഠിക്കുമോ അതോ കുറച്ച് വായിച്ചാലുടനെ? ഇല്ല, പെട്ടെന്നുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് സമയം എടുത്ത് അങ്ങനെ ഇല്ല. സ്കൂളില് ശ്രദ്ധിക്കും, പിന്നെ വീട്ടിലൊന്ന് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യും, പിന്നെ വൈഫ് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ട്രെയിനിങ് കൊടുത്തിട്ട്. അവനെ പഠിക്കാൻ എന്തെങ്കിലും, ബൈബിള് പഠിക്കാൻ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ബൈബിള് വായിക്കാൻ പറയാറുണ്ട്. പ്രാർത്ഥന, ജപമാല ഒക്കെ പ്രാർത്ഥന ഇരിക്കുമ്പോൾ പറയാറുണ്ട്. പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അങ്ങനത്തെ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ കൂടെ വന്നിരിക്കുന്നത്. ധ്യാനത്തിന് പങ്കെടുക്കും, പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ. അപ്പം പപ്പായുടെ സ്ട്രോങ് സപ്പോർട്ടോടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് അമ്മയുടെ അടുത്തേക്ക് വരാം. പോകാം അടുത്ത ചോദ്യം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള 3ാമത്തെ ചോദ്യം. ഉത്സവങ്ങളുടെ നഗരം എന്ന് ഏശയ്യാ പ്രവാചകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് നഗരത്തെയാണ്? ഉത്സവങ്ങളുടെ നഗരം എന്ന് ഏശയ്യാ പ്രവാചകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് നഗരത്തെയാണ്? ഓപ്ഷൻ എ ബാബിലോൺ, ഓപ്ഷൻ ബി സീദോൻ, ഓപ്ഷൻ സി ഡമാസ്കസ്, ഓപ്ഷൻ ഡി സിയോൻ. ഏത് നഗരത്തെയാണ് ഉത്സവങ്ങളുടെ നഗരം എന്ന് ഏശയ്യാ പ്രവാചകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ എ ബാബിലോൺ. ഓപ്ഷൻ എ ബാബിലോൺ. ഒന്നുകൂടെ ആലോചിച്ചു. ഏത് നഗരത്തിലേക്കുള്ള യാത്രയെ പറ്റിയാണ് പാട്ടുകളും? ഓപ്ഷൻ ബി സീദോൻ. ഓപ്ഷൻ ബി സീദോൻ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി സീദോൻ. ഉറപ്പാണോ? ഉറപ്പില്ല. സീദോൻ, സിയോൻ ഇതൊക്കെ അടുത്തടുത്താണ് വരുന്നല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. സീദോൻ റോങ് ആൻസർ ആണ്. ഒന്ന് ഗസ് ചെയ്യാമോ വേറെ ഏതെങ്കിലും? സിയോൻ. സിയോൻ. ഇപ്പോൾ മോൻ പറഞ്ഞ ആൻസർ സീദോൻ ആണ്. അത് റോങ് ആണ്. ഒരു ഗെയിമിന്റെ ഒരു
രസത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം അടുത്തത് ഏതാണ്? സിയോൻ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി സിയോൻ ആയിരുന്നു റൈറ്റ് ആൻസർ. സീതോൻ, സിയോൻ, ചെറിയൊരു വ്യത്യാസം. കുഴപ്പമില്ല അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പപ്പായെ പരിചയപ്പെട്ടു. നമുക്ക് അടുത്തിരിക്കുന്ന അമ്മയൊന്ന് പരിചയപ്പെടാം ആദ്യം. എന്റെ പേര് മിനി. ഒരു മോനുള്ളൂ. അവൻ 10ലാണ് പഠിക്കുന്നത്. പഠിക്കാനൊക്കെ മിടുക്കനാണ്. ആദ്യം ഞങ്ങള് കാനാദേശത്തിന്റെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ ഗ്യാപ്പ് വന്നപ്പോ ഞാൻ ചോദിച്ചതിന് അതിന്റെ കാലാവധി കഴിഞ്ഞു പോയെന്ന് ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഡീറ്റെയിൽസില് ഗുഡ്നസിന്റെ ഇത് ഇല്ല, കിട്ടാണ്ടാവായിരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ചെറിയ ഒരു കണക്ഷൻ വിട്ടുപോയായിരുന്നു. അത് ഞങ്ങള് നല്ലൊരു പ്രിപ്പയർ ആയതായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അതിന്റെ ഇത് സമയം കഴിഞ്ഞു പോയെന്ന് അങ്ങനെ ഒരു ചെറിയ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഈ ലാസ്റ്റ് ടൈമിലാണ് വിളിച്ചപ്പോഴാണ് പിന്നെയുള്ള സമയങ്ങളാണ് പഠിച്ചായിരുന്നു ഫുള്ള്. പക്ഷെ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. പഠിച്ചൊന്നും മറന്നുപോയിട്ടില്ലോ അല്ലേ? ഇല്ല, അത് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വീട്ടിലെ പ്രാർത്ഥനയൊക്കെ? വീട്ടില് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട്. ഞങ്ങള് പ്രാർത്ഥന മുടക്കാറില്ല. പ്രാർത്ഥന പിന്നെ ഇടയ്ക്കൊക്കെ ധ്യാനത്തിന് പിന്നെ കൂടുതൽ സമയം ബൈബിൾ വായിപ്പിക്കാറുണ്ട് ഞാൻ. കാരണം അവന് കുറെയൊക്കെ അറിയായിരുന്നു. ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. പിന്നെ ഇതിനു മുമ്പുള്ള എല്ലാ ഇതിലും അവൻ കടന്നുകൂടി പാസ്സായിരുന്നു. അതുകൊണ്ടാണ്. അച്ഛൻ പറഞ്ഞു സ്കൂളിലെ കോമ്പറ്റീഷനുകൾ, ക്വിസ് കോമ്പറ്റീഷനുകളിലൊക്കെ കയറാറുണ്ട്. പിന്നെ ബൈബിളിന്റെ കാര്യങ്ങളൊക്കെ കുറെ അവൻ വീട്ടിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കാനാദേശത്തിന് പോരാം എന്നുള്ളൊരു പ്ലാൻ അന്ന് വെച്ചത്. ആള് വളരെ സീരിയസ് ആണ്. ഇങ്ങനെയാണോ വീട്ടിലും? അവൻ അധികം ചിരിക്കുന്നില്ല, അധികം അല്പം ചില സമയത്ത് അങ്ങനെ. അതോ ഈ സീറ്റിൽ വന്നിരിക്കുന്നതിന്റെ ഒരു പരിഭ്രമം കൊണ്ടാണോ? അതോ അതുണ്ട്. അതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ മാറും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മോനെ. ടെൻഷനില്ലല്ലോ? റെഡി? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സ്റ്റെമിൻ ഫീവിക്കുള്ള 4ാമത്തെ ചോദ്യം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി പീലാത്തോസിനോട്, ഓപ്ഷൻ സി തോമസിനോട്, ഓപ്ഷൻ ഡി നിക്കോദേമോസിനോട്. ആരോടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ സി തോമസിനോട്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലോക്കിയേട്ടെ ഉറപ്പാന്ന് തോന്നുന്നു. ഉറപ്പാ. ഇവിടെ ഒരു ചിരി മുഖത്ത് വന്നത്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി തോമസിനോട്. വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും തോമസിലേക്കാ പോവുക അല്ലേ? എങ്കിലും ശരിയാണോ അത് ആൻസർ? ശരിയാണ്. ഉറപ്പാ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി തോമസിനോട് റൈറ്റ് ആൻസർ. ഇപ്പോൾ സെമിൻ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സിൽവർ റൗണ്ടിൽ. സ്കോർ അറിയണ്ടേ? ചോദിക്കാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ സെമിൻ ഫീവിക്ക് ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points. And second question പറഞ്ഞിരുന്ന ഉത്തരം തെറ്റായിരുന്നു. So no points. And third question again no points. So അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോയത് കൊണ്ട് 10 points മൈനസ് ആവുന്നതാണ്. So 10 points minus. And the last question, that is the silver question, 10 points. And total സെമിൻ ഫീവിക്ക് സിൽവർ റൗണ്ടിൽ ലഭിക്കുന്ന പോയിന്റ്സ് 10 points. 10 points സിൽവർ റൗണ്ടിൽ. ഒരു ദീർഘശ്വാസമൊക്കെ വന്നു. അതൊന്നും വേണ്ട. ഇനിയും അറിയാമല്ലോ 2 റൗണ്ട് കൂടെ, മാക്സിമം സ്കോർ ചെയ്യാവുന്ന 2 റൗണ്ട് കൂടെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അതിലേക്ക് പോകാം. അടുത്ത റൗണ്ടിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ 2 ദ നെക്സ്റ്റ് റൗണ്ട് ഗോൾഡൻ റൗണ്ട്. മോനെ, ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങളും
10 points ആണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് അവൻ ആൻസർ അറിയില്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ 10 pointsന് പകരം 5 points ആണ് ലഭിക്കുക. ഇവിടെയും 4 ചോദ്യങ്ങൾ റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ 10 points ബോണസ് ലഭിക്കാം. ടോട്ടൽ 50 points വാങ്ങാം. ക്ലിയർ അല്ലേ? റെഡി? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള ആദ്യത്തെ ചോദ്യം. മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. അവരുടെ മഹിമ എന്തിന് തുല്യമാണെന്നാണ് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. അവരുടെ മഹിമ എന്തിന് തുല്യമാണെന്നാണ് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. ബൈബിൾ തെറ്റായി. മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. അവരുടെ മഹിമ എന്തിന് തുല്യമാണെന്നാണ് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. പുല്ലിന്റെ പൂവിന് തുല്യം. പുല്ലിന്റെ പൂവിന് തുല്യം. ശ്രദ്ധിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. പുല്ലിന്റെ പൂവിന് തുല്യം. റൈറ്റ് ആൻസർ. എടുക്കണം. ഇപ്പൊ ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം. ഇവിടെയും നല്ല തുടക്കമാണ്. ഇനി അങ്ങോട്ട് പോകട്ടെ അല്ലേ എല്ലാ ചോദ്യങ്ങൾക്കും. അപ്പോൾ സെമിൻ സ്കൂൾ ലൈഫില് ഫ്രണ്ട്സ്, അവരായിട്ടുള്ള കൂട്ട് ഒക്കെ എങ്ങനെയാണ്? പറഞ്ഞു. സ്കൂൾ ലൈഫിനെ പറ്റി ഫ്രീ ആയിട്ട് പറയാനോട്. എന്താണ് നിങ്ങൾ സ്കൂൾ ലൈഫിൽ എന്താ നിങ്ങൾ കൂട്ടുകാർ? ഒത്തിരി കൂട്ടുകാരുണ്ടോ? ഒത്തിരി കൂട്ടുകാരില്ല. എത്ര പേരുണ്ട്? ക്ലാസ്സിലുള്ള എല്ലാവരും കൂട്ടുകാർ തന്നെയാണ്. എല്ലാവരും കൂട്ടുകാരാണ്. അല്ലാതെ നമ്മൾ ഒരു ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെ പറയുന്ന ആരുമില്ല. ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട്. ഈ സ്കൂളിൽ തന്നെയല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നത്? അല്ല, ഞാൻ 8th തൊട്ടാണ് അവിടെ പഠിച്ചത്. 8th തൊട്ടാണ് ഇവിടെ ഉള്ളത്. എങ്കിലും 8th 9 10 അല്ലേ 3 വർഷം. ആ കൂട്ടത്തില് ഒരു 1-2 പേരുണ്ടാവുമല്ലോ സ്പെഷ്യൽ ഫ്രണ്ട്സ്. ഉണ്ടോ? ആരൊക്കെയാണ്? ജിത്തു. ഉറക്കെ പറ. ജിത്തു കേക്കട്ടെ. ജിത്തു, പിന്നെ ജിയോ. ഇവർ രണ്ടുപേരാണ് ക്ലോസ് ഫ്രണ്ട്സ്. ഓക്കെ. എന്താണ് നിങ്ങളുടെ പഠന സമയം അല്ലാത്ത സമയം ക്ലാസ്സുകളില് സ്കൂളുകളില് എങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിക്കുക? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ. എന്ത് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്? ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങളായി. ഇപ്പോഴുള്ള കുട്ടികൾ എന്താണ് ഈ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ? അനുദിന ജീവിതം നമ്മൾ പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങളാണോ അതോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണോ? എങ്ങനെയാണ്? എന്തായിരിക്കും നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക കൂടുതലും? അതോ സ്പോർട്സിനെ പറ്റിയാണോ? സ്പോർട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. സ്പോർട്സിലെ എല്ലാ കാര്യങ്ങളും ആണ് ഡിസ്കസ് ചെയ്യാറുണ്ട്. പത്രത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ജനറൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതും അല്ലേ? ക്വിസ് കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയെന്ന് അച്ഛൻ പറയുകയുണ്ടായി. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ്? ഫുട്ബോളും ക്രിക്കറ്റും. ഫുട്ബോളും ക്രിക്കറ്റും ഉണ്ട്. ഓക്കെ. കളി കാണാറുണ്ടോ? കാണാറുണ്ട്. ആരാണ്? ഏത് ടീമിന്റെ കൂടെയാണ്? ഫുട്ബോളില് കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചുള്ള ഉല്ലാസ ജീവിതം, അതിനിടയ്ക്ക് നല്ല പഠനം അല്ലേ? അതെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സെമിൻ PVക്കുള്ള രണ്ടാമത്തെ ചോദ്യം. മോശ ഇസ്രയേൽ ജനത്തിന്റെ ആദ്യത്തെ കണക്കെടുപ്പ് നടത്തിയത് എവിടെ വെച്ചാണെന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്? ശ്രദ്ധിക്കാം. മോശ ഇസ്രയേൽ ജനത്തിന്റെ ആദ്യത്തെ കണക്കെടുപ്പ് നടത്തിയത്
എവിടെ വെച്ചാണെന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്? മോശ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എവിടെയായിരിക്കും? ഒന്നുകൂടെ ആലോചിച്ചു. അറിയാമെങ്കിൽ പറയാം. ബൈബിളിലേക്ക് പോകാം. ടൈം. സീനായി മരുഭൂമിയിൽ വെച്ച്. സീനായി മരുഭൂമിയിൽ വെച്ച്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സീനായി മരുഭൂമിയിൽ വെച്ച്. റൈറ്റ് ആൻസർ. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മോന്റെ കൂടെ വന്ന ഒരു അമ്മച്ചിയെ കൂടെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. അങ്ങോട്ട് പോയിട്ട് വരാം. എന്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ കണ്ണൂർ ജില്ലയില് ആലക്കോട് അടുത്താണ് താമസം. എന്റെ ചേച്ചിയുടെ മോന്റെ മോനാണത്. ചേച്ചിയുടെ മോന്റെ മോനാണ്. ഓക്കെ. ചേച്ചിക്ക് സുഖമില്ലാത്തോണ്ട് കാണാൻ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞു വന്നത്. ഓക്കെ. അങ്ങനെ മോന് ഹെൽപ്പായിട്ട് കൂടെ വരാൻ പറ്റി. എന്ത് ചെയ്യുന്നു അവിടെ? കണ്ണൂർ എവിടെയാണ് സ്ഥലം ശരിക്കും? ആലക്കോട് അടുത്ത് മഞ്ഞക്കാട് എന്ന് പറയും താമസം. കണ്ണൂരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പത്രങ്ങളിലൊക്കെ കേൾക്കുന്നത് കണ്ണൂരെന്ന് കേൾക്കുമ്പോ പ്രശ്നമുള്ള സ്ഥലം. പത്രക്കാര് പറഞ്ഞ അത്രയും ഭീകരമാണോ അവിടുത്തെ? ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. തലശ്ശേരി ഭാഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ. നിങ്ങൾ എവിടെയാണ് കണ്ണൂര് സ്ഥലം? ഒരു 10-30 രൂപ പോയിന്റ് ഉണ്ട്. സ്ഥലം ഏതാണ് കറക്റ്റ്? താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് മഞ്ഞക്കാട്. മഞ്ഞക്കാട്. അവിടെ പ്രോബ്ലങ്ങളൊന്നുമില്ല? അവിടെ താമസം. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല? അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാനമായിട്ട് ജീവിക്കാം. സമാധാനം. പള്ളിയിൽ പോക്കും കാര്യങ്ങളും എല്ലാം സമാധാനമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ എല്ലാം കാണുന്നത് കണ്ണൂരെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കണ്ണൂരെന്ന് കേൾക്കുന്നത് തന്നെ. അത് പത്രക്കാരൊക്കെ കുറച്ച് കൂടുതൽ എഴുതുന്നതായിരിക്കും അല്ലേ? അത്രയൊന്നുമില്ല. കുറച്ചിടത്തൊക്കെ കാണും. ഓക്കെ. ഏതായാലും കണ്ണൂരിൽ നിന്നും സ്റ്റെമിന് വേണ്ടിയിട്ട് അമ്മച്ചി വന്നിരിക്കുകയാണ്. അമ്മച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണം. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള 3ാമത്തെ ചോദ്യം. സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് ആരുടെ സഹോദരപുത്രനാണ്? സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് ആരുടെ സഹോദരപുത്രനാണ്? ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല. ആലോചിച്ചു നോക്കും. ബൈബിളിലേക്ക് പോകാം. സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് ആരുടെ സഹോദരപുത്രനാണ്? ബർണബാസിന്റെ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ബർണബാസിന്റെ റൈറ്റ് ആൻസർ. 3 ചോദ്യങ്ങളും ലൈഫ് ലൈൻ യൂസ് ചെയ്തു. ഒരു ചോദ്യവും കൂടി ഗോൾഡൻ റൗണ്ടിൽ ബാക്കിയുണ്ട്. പോകാം ആ ചോദ്യത്തിലേക്ക്.
റെഡിയല്ലേ? റെഡി. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള 4ാമത്തെ ചോദ്യം. നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. അഹസ്യ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞത് ഏത് പ്രവാചകനാണെന്നാണ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കാം മോനെ. നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. അഹസ്യ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞത് ഏത് പ്രവാചകനാണെന്നാണ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്? ലൈഫ് ലൈൻ. അഹസ്യ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞത് ഏത് പ്രവാചകൻ? നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഏലിയ പ്രവാചകൻ. കമ്പ്യൂട്ടർ പ്ലീസ്. ഏലിയ പ്രവാചകൻ. റൈറ്റ് ആൻസർ. 2 രാജാക്കന്മാർ 1:16 അല്ലേ? 4 ചോദ്യങ്ങൾ ഗോൾഡൻ റൗണ്ടിൽ പൂർത്തിയായിരിക്കുകയാണ്. മോന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിലെ 4 ക്വസ്റ്റ്യൻസിനും ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു. So first question 5 points, second question 5 points, third question 5 points, and the last question, that is the golden questionum 5 points. And total സ്റ്റെമിൻ PVക്ക് ഗോൾഡൻ റൗണ്ടിൽ ലഭിക്കുന്ന പോയിന്റ്സ് 20 points, സിൽവർ റൗണ്ടിൽ 10 points. ഇതുവരെയുള്ള സ്റ്റെമിൻ PVയുടെ പോയിന്റ് നില 30 points. 30 points ആദ്യത്തെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ. ഇനിയുമുണ്ട് വളരെ പ്രഷ്യസ് ആയ ഒരു റൗണ്ട് കൂടി ബാക്കി. 300 points സ്കോർ ചെയ്യാവുന്ന റൗണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛനെ കൃഷി കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. പറമ്പിലിറങ്ങി പണിയാറുണ്ടോ? മണ്ണ് കാലിൽ പറ്റാറുണ്ടോ? ഞാനങ്ങനെ ചോദിക്കാൻ കാരണം ഇന്ന് കാലിൽ മണ്ണ് പറ്റി, അതായത് പാദം മണ്ണിലൂന്നി വളരുന്ന തലമുറ കുറവാണെന്നാണ് പറയുന്നത്. മണ്ണിനോട് ബന്ധപ്പെടുമ്പോൾ, മണ്ണുമായിട്ട് നമ്മുടെ സ്കിൻ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഊർജവും രോഗപ്രതിരോധ ശേഷികളും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? അച്ഛന്റെ കൂടെ ഇറങ്ങണം, മണ്ണിനെ അറിയണം, മണ്ണിനോടൊപ്പം പണിയണം, അതോടൊപ്പം പഠനവും മുമ്പോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും അതൊരു നല്ല വളർന്നു വരാൻ വളരെയധികം ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 the third round, diamond round. സ്റ്റെമിൻ ഡയമണ്ട് റൗണ്ടിലും 4 ചോദ്യങ്ങളാണുള്ളത്. മറ്റു റൗണ്ടുകളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റെമിൻ എടുക്കുന്ന ഒരു തീരുമാനത്തിലായിരിക്കും. കൂടെ വന്നിരിക്കുന്ന അപ്പച്ചന്റെയും അമ്മയുടെയും സഹായം തേടി ആൻസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ആണ് ലഭിക്കുക. മറിച്ച് ആദ്യമേ ഈ 4 ചോദ്യങ്ങൾ ഞാൻ ഡയറക്റ്റ് ഫേസ് ചെയ്യാം എന്ന് സ്റ്റെമിൻ തീരുമാനിക്കുന്നിടത്ത് ഈ റൗണ്ട് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 points കിട്ടും, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300. ക്ലിയർ അല്ലേ? എന്ത് തീരുമാനിച്ചു? ഡയറക്റ്റ് ഫേസ് ചെയ്യുന്നോ അതോ അപ്പച്ചന്റെ അമ്മയുടെയും സഹായം തേടുന്നു? ഡയറക്റ്റ് ആയിട്ട് പോകാം. 300 പോയിന്റ് നമുക്ക് സ്കോർ ചെയ്യണം. പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള ആദ്യത്തെ ചോദ്യം. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ എന്ന് വെളിപാട് പുസ്തകത്തിൽ
വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ശ്രദ്ധിക്കാം. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ എന്ന് വെളിപാട് പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്. ആരെയായിരിക്കും? യേശു. ചോദിക്കട്ടെ? കോൺഫിഡൻസ് ഇല്ല. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. യേശുവിനെ കുറിച്ച് റൈറ്റ് ആൻസർ. ഒരു പൊടി പുഞ്ചിരി വന്നാലും അതങ്ങനെ പിടിച്ചു വെക്കുകയാണ്. ചിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഓപ്പണായിട്ട് ചിരിക്കുക. ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം അല്ലേ? റൈറ്റ് ആൻസർ. ഇനി 3 ചോദ്യങ്ങൾ കൂടി. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മോനെ ഒറ്റമോനാണ്. അതുകൊണ്ട് തന്നെ പപ്പായുടെയും അമ്മയുടെയും സ്നേഹലാളനങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം. മൊബൈൽ ഫോണൊക്കെ വാങ്ങി തന്നിട്ടുണ്ടോ? ഉണ്ട്. സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടോ മൊബൈൽ ഫോൺ? ഇല്ല. എന്താണ് മൊബൈൽ ഫോൺ വെച്ച് ചെയ്യുക സാധാരണ? സോഷ്യൽ മീഡിയ എന്തിലൊക്കെ ഉണ്ട് മോൻ? വാട്സാപ്പ്, ഫേസ്ബുക്കിലും. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഉണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. എനിക്കൊരു ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഇടണം. ഓക്കെ. എന്താണ് വാട്സാപ്പിൽ നിങ്ങൾ കൂട്ടുകാർ എത്ര? ഒത്തിരി ഗ്രൂപ്പുകളുണ്ടോ? ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. ഫേസ്ബുക്കിലും അധികം പേരില്ല. പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഇടയ്ക്കേ ഉള്ളൂ. പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഉപകാരപ്രദമാണോ ഈ സോഷ്യൽ മീഡിയകൾ ഏതെങ്കിലും? ഉണ്ട്, ഉപകാരമുണ്ട്. എങ്ങനെയാണ് ചെയ്യാറ്? എന്തെങ്കിലും അസൈൻമെന്റ് ഒക്കെ തരാണെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് ഫേസ്ബുക്കിൽ കിട്ടാറുണ്ട്. കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോട്ട്സ് ഒക്കെ ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാറുണ്ട്. ഉണ്ടോ? ഒരു ക്ലാസ് മിസ് ചെയ്താൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങളാണ്. അതേപോലെ മോൻ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അറിയാമല്ലോ. അതിനൊരു മോശം വശങ്ങളുണ്ട്. അങ്ങനെ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ള ഒരു പ്രായമാണ് താൻ. മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്താണെന്ന്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ എങ്ങനെയാണ് അതുമായിട്ട് മുമ്പോട്ട് പോകാനാണോ താല്പര്യം? അതോ അതിൽ നിന്ന് പുറകോട്ട് മാറാൻ അച്ഛനെയും അമ്മയും ഓർക്കുമ്പോൾ അതിനുവേണ്ടി ബോൾഡായിട്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും? ഉണ്ട്. അങ്ങനെയാണ്. അതിൽ തന്നെ പോകണം. കാരണം ഈ ടീനേജ് പ്രായം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ അച്ഛനെ അമ്മയെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതും സുഹൃത്തുക്കളെ ആയിരിക്കും. നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രായത്തിൽ നിന്നും. അപ്പം സുഹൃത്തുക്കൾ പറയുന്നതായിരിക്കും അവർക്ക് നമ്മൾ പറയുന്നതിനെ കഴിഞ്ഞും വേദവാക്യം, അല്ലേ? അങ്ങനെയാണ് ആ സമയം. അത് ആ പ്രായത്തിന്റെയും കൂടെ പ്രത്യേകതയാണ്. പക്ഷെ ആ ഒരു പ്രായം അപ്പന്റെ അമ്മയുടെ സ്നേഹം അതിൽ നിന്ന് അകന്നു പോകാതെ നേർവഴിക്ക് നയിക്കാനാകണമെന്ന് പ്രാർത്ഥിക്കണം. അവരെയും ശ്രദ്ധിക്കണം, കൂട്ടുകാരെയും ശ്രദ്ധിക്കണം, പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെ മുമ്പോട്ട് പോകണം. എങ്കിലേ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എന്താണ് ഫ്യൂച്ചറിൽ ആരാവണം എന്നൊക്കെ വല്ല പ്ലാനും ഉണ്ടോ? കമ്പ്യൂട്ടർ എഞ്ചിനീയർ. വെരി ഗുഡ്. അപ്പൊ അതിലേക്കുള്ള ശ്രമത്തിലാണ്. അപ്പം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ SSLCക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ആർക്കെതിരെ പറയുന്ന ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? ആർക്കെതിരെ പറയുന്ന ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഡയമണ്ട് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യമാണ്. പരിശുദ്ധാത്മാവിനെതിരെ. ചോദിക്കാം. കോൺഫിഡന്റ് ആണ്. കമ്പ്യൂട്ടർ പ്ലീസ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. റൈറ്റ് ആൻസർ. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോക്കാണ്. ഇനി 2 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നു. പരിശുദ്ധാത്മാവിന് എതിരെയുള്ള ദൂഷണം, ലൂക്ക 12:10. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. ഇന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒത്തിരി വ്യാജ പ്രവാചകന്മാര് വിലസുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. പലരും പറയുന്നത് അവരെല്ലാവരും കൂട്ടുപിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുന്നതാണെന്ന് പറയുന്ന പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ തോന്നുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ് പലതും. എന്നാൽ റിയലായിട്ട് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു പറയുന്ന അനേകം പേരുണ്ട് താനും. അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ ബുദ്ധിക്ക് തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞു വരുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം കടന്നുപോയിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള 3ാമത്തെ ചോദ്യം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1ാം ലേഖനത്തിൽ അക്കായിയയിലെ ആദ്യ ഫലങ്ങൾ എന്ന് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത് ആരുടെ കുടുംബത്തെയാണ്? ശ്രദ്ധിച്ചു നോക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1ാം ലേഖനത്തിൽ അക്കായിയയിലെ ആദ്യ ഫലങ്ങൾ എന്ന് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത് ആരുടെ കുടുംബത്തെയാണ്? വരുന്നുണ്ടോ മനസ്സിൽ? ഡയമണ്ട് റൗണ്ടാണ്, പറഞ്ഞു നോക്കാം. ഒന്നുകൂടെ സംശയം. മനസ്സിൽ വരുന്നത് പറയും. ഏതെങ്കിലും അവൻ പറഞ്ഞത് യാക്കോബിന്റെ കുടുംബത്തെ എന്നാണ് പറഞ്ഞത്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സ്റ്റെഫാനോസിന്റെ കുടുംബത്തെ. അതാണ് റൈറ്റ് ആൻസർ. മനസ്സിൽ വന്നിരുന്നു? അത് വന്നിരുന്നു, പക്ഷെ പറഞ്ഞില്ല. എന്താ? യാക്കോബൻ തന്നെയാണോ കുറച്ച് കൂടുതൽ? ഇത് ഉറപ്പില്ലായിരുന്നു. എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാമായിരുന്നു അല്ലേ? അവൻ ചെറിയ പയ്യനായോണ്ട് ഞാൻ ആദ്യം യാക്കോബിന്റെ പറഞ്ഞപ്പോ ഒന്നുകൂടെ ആലോചിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1 കൊറിന്തോസ് 16:15 ഈ ഭാഗം പറയുന്നത്. വിഷമിക്കണ്ട മോനെ, 2 ചോദ്യം കറക്റ്റായിട്ട് പോയി. ഇനി ഡയമണ്ട് റൗണ്ടിൽ 1 ചോദ്യം കൂടി ബാക്കി. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കാനാൻ ദേശം സീസൺ 2 പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ബൈബിളിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ആഴത്തിൽ അറിയാൻ പറ്റും ഈ ഷോയ്ക്കൂടെ. എല്ലാ ദിവസവും കാണുമ്പോ പുതിയ പുതിയ അറിവുകളാണ് കിട്ടണേ. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ചെല്ലാം കൂട്ടുകാരോടും അച്ഛനോടും ഒക്കെ ഈ പ്രോഗ്രാം കാണണം എന്ന് പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? ആരാണ് നിങ്ങളുടെ വികാരി അച്ഛൻ? ഫാദർ പോൾ കല്ലൂക്കാരൻ. അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടെയാണ് സ്റ്റെമിൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ഇടവകയിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. സ്റ്റെമിനാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റെമിനാണ്. വലിയ ഇടവകയാണല്ലേ? അവിടെ നിന്നും ആദ്യമായിട്ട് ഈ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുന്നത്. അതിൽ അഭിമാനം തോന്നുന്നില്ലേ? അപ്പോൾ ആ അഭിമാനത്തോടെ, ആ കോൺഫിഡൻസോടെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ചോദ്യം, അതുപോലെ ഡയമണ്ട് റൗണ്ടിലെ ഫൈനൽ ക്വസ്റ്റ്യൻ. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സ്റ്റെമിൻ PVക്കുള്ള 4ാമത്തെ ചോദ്യം. പുരോഹിതനായ അഹിമലേഖ് ദാവീദിന് നൽകിയ ആയുധം എന്താണ്? പുരോഹിതനായ
അഹിമലേഖ് ദാവീദിന് നൽകിയ ആയുധം എന്താണ്? ദാവീദിന്റെ ആദ്യത്തെ ആയുധം എന്തായിരുന്നു എന്ന് മോൻ അറിയാം. പുരോഹിതനായ അഹിമലേഖ് എന്താണ് ദാവീദിന് കൊടുത്ത ആയുധം? വാള്. ആരുടെ വാള് എന്ന് പറയാം? ഗോലിയാത്തിന്റെ വാൾ. ഉറപ്പാണോ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഗോലിയാത്തിന്റെ വാൾ റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിലെ 4 ചോദ്യങ്ങളും തീർന്നിരിക്കുന്നു ഈ എപ്പിസോഡിൽ. നീ എന്താ അറിയണ്ടേ? സ്കോർ, ഫൈനൽ സ്കോർ ചോദിക്കാം ഷാലറ്റിനോട്. ഷാലറ്റ് പ്ലീസ്. കനാൻഡേഷൻ സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ സ്റ്റെമിൻ പിവിക്കുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 points, second question 40 points, and third question unfortunately സ്റ്റെമിൻ പിവി പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റായിരുന്നു, so no points. The last question, that is the diamond question, is 20 points, and diamond roundil സ്റ്റെമിൻ പിവിക്ക് ലഭിക്കുന്ന total points 80 points, silver roundil 10 points, and golden roundil 20 points. The grand total is 110 points out of 400, and congratulations സ്റ്റെമിൻ പിവി. For total 110 out of 400. 110. ഇത്രയുമാണോ പ്രതീക്ഷിച്ചത്? ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എത്രയുമെങ്കിലും കിട്ടി. തൃപ്തനാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഈ സീറ്റിൽ വന്നിരിക്കാൻ പറ്റി, പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ? സംതൃപ്തിയോടെ മടങ്ങാം. പേരൻസിന്റെ മുഖത്തും അതിന്റെ സന്തോഷം കാണാനുണ്ട്. അപ്പം ഈ ചെറിയ പ്രായത്തിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എക്സാമിനുള്ള ആശംസകൾ, കാനാൻ ദേശം സീസൺ 2 ആശംസകൾ അറിയിക്കുകയാണ്. നന്നായിട്ട് പഠിച്ച് മിടുക്കനായി നല്ല നിലയിലെത്താൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നുള്ള സ്വപ്നം, അതിനു മുകളിലുള്ള സ്വപ്നങ്ങളിലേക്ക് പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷം വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്. സ്നേഹത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമ്മന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. അങ്കമാലിയിൽ നിന്ന് വന്ന സ്റ്റെമിൻ പിവി എന്ന ഈ കൊച്ചുമിടുക്കനുമായുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. എന്റെ കലാലയ ജീവിതങ്ങളൊക്കെ സന്തോഷകരമായിട്ട് നടന്നു നീങ്ങി. കലാലയ ജീവിതത്തില് ഒത്തിരി വ്യക്തിത്വങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നൊക്കെ അന്യം നിന്ന് പോകുന്ന അധ്യാപകരുടെ വലിയ സ്വാധീനങ്ങൾ എന്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ വലിയൊരു ഘടകം ആയിരുന്നു. അപ്പൊ അവരെയൊക്കെ ഈ വേദിയിൽ ഞാൻ സന്തോഷപൂർവ്വം സ്മരിക്കുന്നു. അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിലേക്ക് നന്മയുടെ ഒരു പ്രകാശം നമ്മൾ കൊടുക്കുമ്പോൾ, അത്യാവശ്യം ഒരു ഇടപെടൽ നമ്മൾ നടത്തി കഴിയുമ്പോൾ, ആ വേദനയിൽ കഴിയുന്ന മനുഷ്യൻ സന്തോഷത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ നമ്മൾ പ്രത്യാശയിലേക്ക് നയിക്കുക. അപ്പൊ അവരെ കൈപിടിച്ചുയർത്തുക. അപ്പൊ നിരാശയിലേക്ക് പോകുന്ന ഒരാളെ നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓൾറെഡി നമ്മളുടെ വിധി നടത്തി. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജിജി തോമസിനുള്ള 2ാമത്തെ ചോദ്യം. മേലങ്കി ചുരുട്ടി ജോർദാൻ നദിയിൽ അടിച്ച് വെള്ളം ഇരുവശത്തേക്ക് മാറ്റിയ അത്ഭുതം പ്രവർത്തിച്ചത് ഏത് പ്രവാചകനാണ്? ഡയമണ്ട് റൗണ്ടിൽ 2ാമത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യും. ഏലിയ പ്രവാചകൻ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.